നമസ്കാരം. പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്, കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയും. പക്ഷെ ചിലർ കണ്ടാലും കൊണ്ടാലും അറിയില്ല, പഠിക്കില്ല. നമുക്കറിയാം, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടീം UDF-ന് സ്വപ്നതുല്യമായ ഒരു റിസൾട്ടാണ് ലഭ്യമായത്. 100-ന് മുകളിൽ പോകും എന്ന VD സതീശൻ്റെ ആ ആത്മവിശ്വാസം 102 എന്ന ആ അതുല്യമായ നേട്ടത്തിലേക്ക് UDF-നെ എത്തിച്ചു. പക്ഷെ അതിനുശേഷം പതിവ് പോലെ കോൺഗ്രസ്സിന് അധികാരം കിട്ടിയാൽ നമ്മൾ കാണാറുള്ള ആ പതിവ് കാഴ്ചകളിൽ യാതൊരു മാറ്റവുമില്ല. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ശേഷം ലഭ്യമായ ഈ ഒരു അവസരത്തിൽ പോലും ഈ തമ്മിലടികളും കാലുവാരലുകളും സജീവമായി തന്നെ അധികാര കസേരയ്ക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും രസവഹമായ കോമഡി നിറഞ്ഞ ഒരു കാര്യം ഡൽഹിയിൽ കണ്ട ഒരു ഫ്ലക്സാണ്. നയിച്ചവൻ നായകൻ. ടീം UDF-നെ നയിച്ചതും ടീം UDF-ൻ്റെ ക്യാപ്റ്റനായിരുന്നതും പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനാണ്. പക്ഷെ ഡൽഹിയിൽ കണ്ട ആ ഫ്ലക്സ് VD സതീശന് വേണ്ടിയായിരുന്നില്ല. അധികാരമെത്തിയപ്പോൾ ആ അധികാരം കവർന്നെടുക്കാമെന്ന KC വേണുഗോപാലിന് വേണ്ടിയായിരുന്നു. ശരിക്കും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനവും ആഗ്രഹിക്കുന്നത് VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരണം എന്നുള്ളതാണ്. പക്ഷേ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ രീതി അനുസരിച്ച് ഹൈക്കമാൻഡാണ്. ഇത്ര വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജനം UDF-നെ തിരഞ്ഞെടുത്തിട്ട് അധികാരത്തിലേറ്റിയിട്ട് ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഇതുവരെ ഹൈക്കമാൻഡിന് കഴിഞ്ഞിട്ടില്ല. നാണക്കേട് എന്നല്ലാതെ എന്താ പറയുക. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, ഈ 3 പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്, ചരടുവലികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉയർന്നു കേൾക്കുന്നത് എന്ന് പറയുന്നതിനേക്കാൾ ചരടുവലികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ. പക്ഷേ ശരിക്കും അർഹതപ്പെട്ടത് ആർക്കാണ്? കഴിഞ്ഞ 5 വർഷക്കാലം വെറും 41 പേരുമായി 99 പേരോട് യുദ്ധം ചെയ്ത് പടവെട്ടി പട നയിച്ച് ഈ സ്വപ്നതുല്യമായ വിജയം ടീം UDF-ന് നേടിക്കൊടുത്ത പ്രതിപക്ഷ നേതാവ് VD സതീശനല്ലേ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ? അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കുള്ള വിജയമായിരുന്നില്ലേ ഈ തെരഞ്ഞെടുപ്പിലെ വിജയം? നമുക്കറിയാം, 2021-ലെ തെരഞ്ഞെടുപ്പിൽ അതിനു മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല നയിച്ച് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അടപടലം കടപുഴകി വീണത് നമ്മൾ കണ്ടു. വെറും 22 MLA-മാരുമായി 41 പേരിലേക്ക് UDF-ൻ്റെ MLA-മാരുടെ എണ്ണം ചുരുങ്ങി. അതിനുശേഷമാണ് ഹൈക്കമാൻഡ് VD സതീശനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കുന്നത്. എതിർപക്ഷത്തുള്ളവരോട് മാത്രമല്ല, സ്വന്തം പാർട്ടിക്കുള്ളിലെ കുതികാൽ വെട്ടുകാരോടുകൂടി അംഗം വെട്ടി വേണമായിരുന്നു സതീശന് മുന്നോട്ട് പോകാൻ. ആ 2021-ലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ പ്രസ്ഥാനത്തിൻ്റെ തന്നെ നിലനിൽപ്പ് ചോദ്യം ചെയ്ത അവസരത്തിൽ ടീം UDF-ൻ്റെ തന്നെ ആ കെട്ടുറപ്പിനെ സംശയത്തോടെ കണ്ട ആ നിമിഷത്തിൽ ആ അവസ്ഥയിൽ നിന്നും ഇന്ന് കാണുന്ന ഈ രാജകീയ പദവിയിലേക്ക് ഈ UDF-നെ മുന്നോട്ട് നയിച്ചത്, കോൺഗ്രസിനെ മുന്നോട്ട് നയിച്ചത് VD സതീശൻ്റെ നിലപാടുകളായിരുന്നു. നമുക്കറിയാം, മുൻകാലങ്ങളിൽ കാസർഗോഡ് നിന്ന് ഒരു സംസാരിക്കുകയും തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും അത് മാറ്റി പറയുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാക്കളെയും കോൺഗ്രസിൻ്റെ നേതാക്കളെയും ഒക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷേ 2021-ന് ശേഷം അങ്ങനെയുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ ആയിരുന്നില്ല കേരളം കണ്ടത്. ഏത് പ്രതിസന്ധിയിലും തളരാതെ പതറാതെ കോൺഗ്രസിനെ മുന്നോട്ട് നയിച്ച, UDF-നെ മുന്നോട്ട് നയിച്ച, നിയമസഭയിൽ നമ്മളൊരിക്കൽ കണ്ടു 6 മന്ത്രിമാരാണ് ശ്രീ VD സതീശന് ചുറ്റും നിന്നുകൊണ്ട് അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ നോക്കിയത്. പക്ഷേ സതീശൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ ഈ മന്ത്രിമാരെല്ലാം നിശബ്ദരാകേണ്ടി വന്നു, മുഖ്യമന്ത്രി അടക്കം. അവർ ഒരുമിച്ച് ഒരു ടീമായിട്ടാണ് സതീശനെ ഒരാളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത്. പക്ഷേ സതീശൻ പരാജയപ്പെട്ടില്ല. കാരണം പറഞ്ഞത് കൃത്യമായി പഠിച്ച് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ബഹുമാനം തോന്നിയ വാക്കുകളാണ്. തോൽവി ഏറ്റുവാങ്ങി രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വന്നാലും വർഗീയ കക്ഷികളുമായിട്ട് കൂട്ടുചേരില്ല, അങ്ങനെ വേണ്ടി വന്നാൽ ഈ പരിപാടി നിർത്തിപ്പോകും എന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ച ചങ്കുറപ്പുള്ള ഒരു നേതാവാണ്
ശ്രീ വി ഡി സതീശൻ. ആ ചങ്കുറപ്പിൻ്റെ ആ നിലപാടിൻ്റെയൊക്കെ റിസൾട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും യു ഡി എഫിനും ലഭിച്ചത്. 2021 തെരഞ്ഞെടുപ്പിൽ 22 കോൺഗ്രസ് MLA-മാരാണ് ഉണ്ടായിരുന്നതെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം കോൺഗ്രസിന് 63 MLA-മാരെ ലഭ്യമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. മറ്റൊരു കാര്യം കൂടി ഈ അവസരത്തിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ MLA-മാരുമായിട്ടൊക്കെ വിലപേശി MLA-മാരുടെ തലയെണ്ണം പറഞ്ഞ് വിലപേശുന്ന KC വേണുഗോപാലിന് എന്ത് അർഹതയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനായിട്ടുള്ളത്? ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തി ഇന്ന് കാണുന്ന ഈ മിന്നും വിജയം നേടാനായിട്ട് ഈ കോൺഗ്രസിനോ UDF-നോ വേണ്ടി അദ്ദേഹം എന്ത് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിക്കാൻ വന്നപ്പോൾ ഈ പറയുന്ന വി ഡി സതീശനടക്കമുള്ളവർ ചെന്നാണ് ഈ KC വേണുഗോപാലിനെ MP ആയി തിരഞ്ഞെടുത്ത് ആലപ്പുഴയിൽ നിന്നും ഡൽഹിയിലേക്ക് അയച്ചത്. അതിൻ്റെ ഒരു നന്ദിയെങ്കിലും ശ്രീ KC വേണുഗോപാൽ കാണിക്കണ്ടേ? ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കേരളത്തിലെ സംഘടനാപരമായ പ്രശ്നങ്ങളിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നല്ലാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ CPM-നെതിരെ അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിനെതിരെ ഭരണപക്ഷത്തിനെതിരെ എന്ത് പ്രവർത്തനമാണ് ശ്രീ KC വേണുഗോപാൽ നടത്തിയിട്ടുള്ളത്? ഇടയ്ക്ക് എവിടെയെങ്കിലും പോലെ മീറ്റിങ്ങുകളിലൊക്കെ രാഹുൽ ഗാന്ധിക്കൊപ്പം വന്ന് ചില പ്രസംഗങ്ങൾ നടത്തി പോകുന്നതാണോ സംഘടനാ പ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം? ഇന്ന് കാണുന്ന ഈ വിജയം മുന്നിൽ നിന്ന് നയിച്ച വി ഡി സതീശൻ്റേത് കൂടി അർഹതപ്പെട്ടതാണ്. കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അധികാരത്തിൻ്റെ റിസൾട്ട് വന്ന ശേഷം നൂലുമ്മ കെട്ടിയിറക്കിയ ഒരു നേതാവിന് വേണ്ടി ആയിരുന്നില്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും കാത്തിരുന്നത്. സതീശൻ്റെ നിലപാടുകൾക്കുള്ള അംഗീകാരം കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. ചില അസൂയമൂത്ത അങ്ങനെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ചില പുഴുക്കുത്ത് പിടിച്ച് കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ പറയും ഇത് UDF-ൻ്റെ തരംഗമൊന്നും ആയിരുന്നില്ല, UDF-നോടുള്ള താല്പര്യം കൊണ്ടല്ല ജനം വോട്ട് കുത്തിയത്, ഭരണവിരുദ്ധ വികാരമായിരുന്നു എന്ന്. ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു എന്നുള്ളത് 100%, 150% ശരി തന്നെ. പക്ഷേ ആ ഭരണവിരുദ്ധ വികാരത്തിനുമപ്പുറം UDF തരംഗമുണ്ടായി എന്നത് സമ്മതിക്കാൻ നേരത്തെ പറഞ്ഞ ചില കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കന്മാർക്ക് അങ്ങോട്ട് മനസ്സുകൊണ്ട് സമ്മതിക്കുന്നില്ല. ആ മനസ്സ് അവർക്ക് അനുവദിക്കുന്നില്ല. കാരണം അവരുടെ ഉള്ളിൽ ഇപ്പോഴും ആ പഴയ കാലത്തുള്ള ഗ്രൂപ്പും ആ വിരളിപിടുത്തവും ഇതൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഈ വി ഡി സതീശൻ്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സമകാലിക കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാൻ ആ പഴയ തലമുറക്കാർക്ക് കഴിയണില്ല എന്നുള്ളതാണ്. ഈ 5 വർഷവും കാണാത്ത ചില മുഖങ്ങളൊക്കെ, ചില കോൺഗ്രസിൻ്റെ മുഖങ്ങളൊക്കെ ഇപ്പോൾ ഈ റിസൾട്ട് വന്നപ്പോൾ അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന് അനുകൂലമാണ് അല്ലെങ്കിൽ UDF-ന് അനുകൂലമാണ് തെരഞ്ഞെടുപ്പ് വിധി എന്നറിഞ്ഞപ്പോൾ പ്രത്യക്ഷപ്പെട്ട ചില മുഖങ്ങളുണ്ട്. അധികാരം കിട്ടും എന്ന് മനസ്സിലാക്കിയപ്പോൾ വന്ന് വിഷം കലക്കുകയാണ്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. നല്ലതിനു വേണ്ടിയല്ല ഇവരൊന്നും ഇറങ്ങിയിറങ്ങുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കറിയാം സുധാകരൻ ഉണ്ടാക്കിയ ചില പൊല്ലാപ്പുകൾ, ചില പ്രശ്നങ്ങൾ. സുധാകരൻ്റെ ആവശ്യം സുധാകരൻ മത്സരിക്കണം എന്നതായിരുന്നു. പക്ഷേ ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം MP-മാരും മത്സരിക്കേണ്ട എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ ഇപ്പോൾ നിലവിലെ ലോക്സഭ MP ആയ KC വേണുഗോപാലിനെ എങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ കഴിയും? അങ്ങനെയെങ്കിൽ നേരത്തെ മത്സരിക്കാൻ അവസരം നിഷേധിച്ച എല്ലാ MP-മാരോടുമുള്ള ഹൈക്കമാൻഡിൻ്റെ ചതിയായിരുന്നില്ലേ ആ നേരത്തെയുള്ള പ്രഖ്യാപനം? അവർക്കും അവസരം കൊടുക്കേണ്ടതായിരുന്നില്ലേ? വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വരുന്നതിനോട് എതിർപ്പുള്ള ഒരുപാട് പേര് കൂടെയുണ്ട്. കാരണം എന്താണെന്നറിയാം? അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ്. കോൺഗ്രസിൻ്റെ ചില മുൻകാല നേതാക്കന്മാരെ പോലെ സാമുദായിക നേതാക്കന്മാരുടെയോ അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാരുടെയോ ഒന്നും തിണ്ണനിറങ്ങാനായിട്ട് വി ഡി സതീശൻ പോയിട്ടില്ല. അതിൻ്റെ ചുരുക്ക് ഈ സാമുദായിക നേതാക്കന്മാർക്കുണ്ട്. ചിലരൊക്കെ അരയും തലയും മുറുക്കി സതീശനെതിരെ രംഗത്ത് വന്നത് നമുക്കറിയാം. സതീശനെ ഈ പറയുന്ന 100 സീറ്റ് നേടുകയാണെങ്കിൽ നേടിയില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് പല വെല്ലുവിളികളും വനവാസവും ഒക്കെ പ്രഖ്യാപിച്ച് സ്വന്തം രാജ്യമൊക്കെ പ്രഖ്യാപിച്ച് ചില സാമുദായിക നേതാക്കന്മാരൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ടിട്ടില്ല. അതേപറ്റി പത്രക്കാർ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ള രീതിയിലാണ് ഈ സാമുദായിക നേതാവ് പറഞ്ഞത്. അങ്ങനെ ഈ സാമുദായിക നേതാക്കന്മാരുടെ കാല് പിടിക്കാൻ പോകാത്തതിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആശ്രിത വത്സലനായി നിൽക്കാത്തതിൻ്റെ പേരിൽ വി ഡി സതീശനോട് അവർക്ക് വിരോധമുണ്ട്. മുൻകാല നേതാക്കന്മാരെക്കാൾ നല്ല രീതിയിൽ നല്ല കെട്ടുറപ്പോട് കൂടിയിട്ട് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് അല്ലെങ്കിൽ UDF-നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ
ആ മനം നൊന്ത് മനസ്സിൽ നിന്ന ചില മുൻകാല നേതാക്കന്മാരുണ്ട് വി ഡി സതീശനെതിരായിട്ട്. ഇവർക്കൊന്നും അനുഭവങ്ങൾ പാഠങ്ങളല്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. എനിക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിക്കുന്ന കുറേ ചില വാക്കുകൾ വരണില്ല, ചില നേതാക്കന്മാരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ജനം കഴുത്തിന് പിടിച്ച് കളഞ്ഞാലും ഈ അട്ടയെപ്പോലെ ഒട്ടിപ്പിടിച്ച് നിൽക്കും. ഇവരൊന്നും പോവില്ല. പുഴുക്കത്തുകളായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഞാനൊരു വി ഡി സതീശൻ പക്ഷക്കാരനൊന്നുമല്ല. വി ഡി പക്ഷക്കാരനായതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതല്ല, യാഥാർത്ഥ്യമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് വി ഡി സതീശൻ നടത്തിയ ചില ഇൻ്റർവ്യൂകളുണ്ട്, ഓൺലൈനായിട്ടും അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കൊക്കെ കൊടുത്ത കുറേ ഇൻ്റർവ്യൂകളുണ്ട്. ആ ഇൻ്റർവ്യൂകളിൽ നാളത്തെ കേരളത്തെക്കുറിച്ചുള്ള വി ഡി സതീശൻ്റെ കാഴ്ചപ്പാടുകളുണ്ട്. നമുക്ക് വികസനം വേണം. നമ്മുടെ നാട് വിട്ടുപോകുന്ന ചെറുപ്പക്കാരെ നമ്മുടെ നാട്ടിൽ പിടിച്ചു നിർത്താനുള്ള സംവിധാനങ്ങൾ വേണം. അവർക്ക് ഇവിടെ തൊഴിലവസരങ്ങൾ കൊടുക്കണം, മാന്യമായ ശമ്പളം കൊടുക്കണം. ഇതിനെല്ലാമുള്ള വ്യക്തമായ പ്ലാനുകൾ വി ഡി സതീശൻ കൊടുത്ത ആ ഒരു ഇൻ്റർവ്യൂ യുവജനങ്ങളുടെ ഇടയിൽ വളരെ വലിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊന്നും നിഷേധിക്കാവുന്ന കാര്യങ്ങളല്ല. യുവജനങ്ങളൊക്കെ രാഷ്ട്രീയ കക്ഷിഭേദമന്യേ യു ഡി എഫിന് വോട്ട് ചെയ്തതിൽ ഈ വി ഡി സതീശൻ്റെ ഈ പറയുന്ന കാഴ്ചപ്പാടുകളും ഇൻ്റർവ്യൂകളും ഒക്കെ ആ ഒരു ദീർഘവീക്ഷണങ്ങളൊക്കെ ഘടകങ്ങളാണ്. ഇതൊന്നും അംഗീകരിക്കാതിരിക്കാനായിട്ട് കഴിയില്ല. മികച്ച ഒരു മുഖ്യമന്ത്രിയെ ആണ് കോൺഗ്രസ് കേരളത്തിന് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ കഴിഞ്ഞ 5 വർഷവും നയിച്ച പടനായകൻ, നിലപാടിൻ്റെ നായകൻ ശ്രീ വി ഡി സതീശൻ തന്നെ ആയിരിക്കണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഡൽഹിയിലെ നേതാക്കന്മാരുമൊത്തുള്ള സഹവർത്തിത്വമോ അല്ലെങ്കിൽ അവരോടൊപ്പമുള്ള തോൾ ചേർന്നുള്ള പ്രവർത്തനമോ ഇതൊക്കെയാണ് ഒരു മുഖ്യമന്ത്രിയാകാനുള്ള ആളുടെ യോഗ്യത എങ്കിൽ കെ സി വേണുഗോപാൽ യോഗ്യനാണ്. മറിച്ച് ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാഴ്ചപ്പാടുകളോടെയുള്ള എതിർപക്ഷത്തുള്ളവരെ പോലും നിശബ്ദരാക്കാൻ കഴിവുള്ള കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ കോൺഗ്രസിനും യു ഡി എഫിനും വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ഒരു വ്യക്തിയെയാണ്, അതാണ് പ്രവർത്തന മികവാണ് യോഗ്യത എങ്കിൽ ശ്രീ വി ഡി സതീശനായിരിക്കണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. നല്ല ഒരു മുഖ്യമന്ത്രിയിലൂടെ നല്ലൊരു കേരളം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.